തെരഞ്ഞെടുപ്പിന്റെ ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ KSRTCയുടെ ഡബിൾ ഡക്കർ ബസ് മൂന്നാറിലെത്തി. ഇടുക്കിയിൽ ആദ്യമായി എത്തിയ ഡബിൾ ഡക്കർ ബസിനെ നിറഞ്ഞ കൈയടികളോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. മൂന്നാറിൽ നിന്നും ആനയിറങ്കൽ വരെയാണ് ഡബിൾ ഡക്കർ ബസ് സർവീസ് നടത്തുക. ദിവസേന 3 സർവീസ് ഉണ്ടായിരിക്കും. മൂന്നാർ KSRTC ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച സിഗ്നൽ പോയിന്റ്, ചൊക്രമുടി, ആനയിറങ്കൽ, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിലൂടെ സർവീസ് നടത്തി തിരികെ ഡിപ്പോയിലെത്തും. ബസിന്റെ 2 നിലകളിൽ ഓരോന്നിലും 25 വീതം ആകെ 50 പേർക്ക് യാത്ര ചെയ്യാനാകും. സൗജന്യ നിരക്കിലാണ് യാത്രയെങ്കിലും പാസ് മുഖേന നിയന്ത്രിച്ചിട്ടുണ്ട്. മൂന്നാറിലെ DTPC കൗണ്ടറിൽ നിന്നും പൊതുജനങ്ങൾക്ക് സൗജന്യമായി പാസ് ലഭിക്കും. ബസ് പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപ് പാസ് നൽകി തുടങ്ങും. ബസ്സിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. പഴയ മൂന്നാറിലെ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ മൈതാനത്ത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ടസ്കർ ഷീൽഡിന് വേണ്ടിയുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയാണ് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഫുട്ബോൾ മത്സരം IM വിജയൻ കിക്ക് ഓഫ് ചെയ്തു. ഏറ്റവും വലിയ VIP എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വോട്ട് ചെയ്യുന്ന ആളാണ് ഈ ഇന്ത്യയിലല്ല, ലോകത്തെ ഏറ്റവും വലിയ VIP. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ എല്ലാവരും വോട്ട് ചെയ്യുക. 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വോട്ടിനും വോട്ട് ഒരിക്കലും മിസ്സാക്കരുത്. മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് KDHP ടീം വിജയിച്ചു. വിജയികൾക്ക് ടസ്കർ എവറോളിംഗ് ട്രോഫി നൽകി. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഇത്തരം പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എവറോളിംഗ് ട്രോഫി നൽകുവാൻ തീരുമാനിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി.